പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി രാജ്യസഭ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കാതിരുന്നതിനെ ചൊല്ലി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആഭ്യന്തരമന്ത്രി സഭയിലെത്തി മറുപടി പറയണമെന്ന മുദ്രാവാക്യം പ്രതിപക്ഷം ഉയർത്തി. ആ ഒരു സാങ്ക്ടിറ്റി പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഡൽഹി പോലീസ് ഇങ്ങോട്ട് ഇരച്ചു കയറിയത്. ഇപ്പോൾ ഡൽഹി പോലീസ് കേന്ദ്ര സേനകളുടെ സഹായം തേടിയിരിക്കുകയാണ്. കേന്ദ്ര സേനയാണ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർ ഡൽഹി പോലീസ് വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഐഷി ഘോഷ് ഇപ്പോൾ ഒരു വാറണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു ഹൗസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുകൂടി നിയമവശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇടത് എംപിമാർ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നത് ജോസ് കെ മാണി ഇപ്പോൾ എത്തി, സന്തോഷ് കുമാർ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു. ഇക്കാര്യത്തിൽ CPM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഏകകണ്ണേന ഇന്നത്തെ ഡൽഹി പോലീസിന്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. രാവിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവെച്ചിരുന്നു. തുടർന്ന് വീണ്ടും ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. സഭയിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചതോടെ രാജ്യസഭാ നടപടികൾ വീണ്ടും തടസ്സപ്പെട്ടു. തുടർന്ന് 2 മണിവരെ സഭ നിർത്തിവെച്ചു. SFI ഡൽഹി സംസ്ഥാന സെക്രട്ടറി ഐഷ ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം നടത്തിയ സംഭവം ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ചു. CPM-ന്റെ കേന്ദ്ര ആസ്ഥാനമായ AKG ഭവനിൽ കടന്നുകയറി ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നടത്തിയ ശ്രമം അപലപനീയമാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുവെന്നതാണ് ഐഷ ചെയ്ത തെറ്റെന്നും ഈ സമയം താനും അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തിനാണ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോലീസ് ഇത്തരത്തിൽ ഇടിച്ചു കയറുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. യൂണിഫോമോ ബാഡ്ജോ ധരിക്കാതെയാണ് പോലീസ് എത്തിയത്. ഇത് ഞെട്ടിക്കുന്ന കാര്യമാണെന്നും ഒരു പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇതെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. സഭയിൽ സംസാരിക്കുന്നതിനിടെ തന്റെ മുഖം സഭാ ക്യാമറയിൽ കാണിക്കാത്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. എന്നാൽ താങ്കൾ എന്നോടാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന്റെ മറുപടി. അതേസമയം പോലീസ് നടപടിയെ സാധാരണ രീതിയിലുള്ള ക്രമസമാധാന നടപടിയെന്നാണ് കേന്ദ്രമന്ത്രി JP നദ്ദ വിശേഷിപ്പിച്ചത്. പോലീസ് നടപടിയെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും അറിയാം, ഇതൊരു സാധാരണ ക്രമസമാധാന സാഹചര്യമാണ്. ഉത്തരവ് പ്രകാരമാണ് പോലീസ് പ്രവർത്തിച്ചത്. ആക്ടിവിസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വരും. അടിയന്തരാവസ്ഥ കാലത്ത് ക്ലാസ് മുറിയിൽ എന്നെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നദ്ദ പറഞ്ഞു.